നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന ടോപ്പിക് കറക്റ്റായിട്ട് പഠിക്കുന്നത്. അപ്പൊ അത് പുതിയ സിലബസ് പ്രകാരം അവരെടുത്തിട്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഭാഗമായിട്ട്. ആക്ച്വലി മെഷീൻ ഡിസൈൻ നമ്മൾ പഠിക്കുമ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പാസ്സായിരിക്കണം എന്ന് ശരിക്കും പറയാം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് മെഷീൻ ഡിസൈൻ കറക്റ്റ് നമുക്ക് എല്ലാം മനസ്സിലാവും. കാരണം മെഷീൻ ഡിസൈൻ ഉപയോഗിക്കുന്ന കുറെ ടേംസുകൾ സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനത്തെ കുറെ ടേംസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ തിയറീസ് ഓഫ് ഫെയിലിയർ നിങ്ങൾ അസൈൻമെന്റ് എഴുതിയാണ്. നമുക്ക് 5 മെയിൻ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. 5 മെയിൻ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ തിയറി മാക്സിമം പ്രിൻസിപ്പിൾ സ്ട്രെസ് തിയറി, അല്ലെങ്കിൽ സിംപിളി പറയും മാക്സിമം സ്ട്രെസ് തിയറി എന്ന് പറയും. അതിന് പറയുന്ന വേറൊരു വേർഡാണ് റാങ്കൈൻസ് തിയറി. ഓക്കെ, നമുക്ക് 5 ഡിഫറെന്റ് ഫോർമുലാസ് പഠിച്ചു വെക്കാണ്ട് അത് ബേസ് ചെയ്തായിരിക്കും നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കാറുള്ളത് തിയറി നമ്പർ 1, തിയറി നമ്പർ 2 ആൻഡ് തിയറി നമ്പർ 3 ആണ്. ഈ 3 തിയറിയാണ് കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ 10 മാർക്കിന്റെ ഒക്കെ ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതിന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. 5 തിയറിയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കും. ഓക്കെ, ഇനി ഓരോ തിയറിയും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ തിയറി റാങ്കൈൻസ് തിയറി പ്രകാരം ദ മെറ്റീരിയൽ വിൽ ഫെയിൽ വെൻ ഇറ്റ് റീച്ചസ് ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. അതായത് പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ σ1, σ2, σ3 എന്ന് പേര് കൊടുത്തു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു σ1, σ2 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ്? പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഒരു റെക്ടാങ്കുലർ മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയലിന്റെ ഇതിപ്പോ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഡിഫറെന്റ് പ്ലെയിൻസിൽ നമ്മൾ സ്ട്രെസ്സുകൾ അനലൈസ് ചെയ്യണം. ഡിഫറെന്റ് പ്ലെയിൻസിലെ സ്ട്രെസ്സുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോരോ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യണം. ഇങ്ങനെ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യും, ഇങ്ങനെ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തു. പല പ്ലെയിൻ കൊണ്ട് നമുക്ക് ഇതിനെ പല ആംഗിളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡിഫറെന്റ് പ്ലെയിൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്ലെയിനിൽ വി ക്യാൻ ഫൈൻഡ് ഓൺലി നോർമൽ സ്ട്രെസ്. 2 ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, നോർമലും ഉണ്ട്, ഷിയറും ഉണ്ട്. ഓക്കെ, നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്. സോ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തു. ആ മെറ്റീരിയൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ഡയറക്ഷനിലും σxഉം σy കൊണ്ട് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെറ്റീരിയലിലെ ഡിഫറെന്റ് 0 മുതൽ 90 വരെ ഡിഫറെന്റ് ആംഗിളിൽ നമ്മൾ ഓരോ പ്ലെയിൻസ് എടുത്ത് അനലൈസ് ചെയ്തു. അങ്ങനെ ഓരോ പ്ലെയിൻസ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു പ്ലെയിനിൽ വി ക്യാൻ ഫൈൻഡ് ഓൺലി നോർമൽ സ്ട്രെസ്. ഓക്കെ, ആ പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള പ്ലെയിനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. PRINCIPAL, പ്രിൻസിപ്പൽ പ്ലെയിൻ. ആൻഡ് the stress acting on that plane is called principal stress. നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്. അതിന് നമ്മൾ σ1, σ2, σ3 എന്നുള്ള 3 പേര് കൊടുത്തിട്ട് നമ്മൾ വിളിക്കാറ്. അപ്പൊ നമുക്ക് കൂടുതലും പ്രോബ്ലംസ് നമ്മൾ 2 ഡയമെൻഷനിൽ മാത്രമാണ് തിയറീസ് ഓഫ് ഫെയിലിയറിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. 3D അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് നോർമലി 2D ആണ് ചോദിച്ച് കാണാറ്. ഇപ്പൊ 2D എന്ന് പറഞ്ഞാൽ നമുക്ക് σ3 എന്നുള്ള ടേം നമുക്ക് ആവശ്യമില്ല. 2D ആണെങ്കിൽ σ3 എന്നുള്ള ടേം നമുക്ക് ആവശ്യമില്ല. നമുക്ക് σ1, σ2 വരുന്ന ഇക്വേഷൻസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആസ് പെർ ഫസ്റ്റ് തിയറി, അതായത് ആസ് പെർ റാങ്കൈൻസ് തിയറി അല്ലെങ്കിൽ ആസ് പെർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, ദ മെറ്റീരിയൽ വിൽ ഫെയിൽ വെൻ ഇറ്റ് റീച്ചസ് σ1 or σ2, whichever is maximum. നമ്മൾ σ1, σ2 എങ്ങനെ കണ്ടുപിടിക്കാം? σx പ്ലസ് σy/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് σx മൈനസ് σy/2 ഹോൾ സ്ക്വയർ അങ്ങനെയൊക്കെ അല്ലേ ചെയ്യാറ്. അതിലത്തെ പ്ലസും മൈനസും വെച്ചിട്ടാണ് നമ്മൾ σ1ഉം σ2ഉം വരുന്നത്. പ്ലസ് കൊടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും, മൈനസ് കൊടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ഒരു വാല്യൂ നമ്മൾ σ1 പേര് കൊടുക്കും, ഒരു വാല്യൂക്ക് നമ്മൾ σ2 പേര് കൊടുക്കും. ചിലപ്പോൾ നമുക്ക് പ്ലസ് കൊടുക്കുമ്പോഴായിരിക്കും മാക്സിമം വാല്യൂ എടുക്കുക, ചിലപ്പോൾ നമുക്ക് മൈനസ് കൊടുക്കുമ്പോഴായിരിക്കും മാക്സിമം വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ വരുന്ന σ1ന്റെയും σ2ന്റെയും വാല്യൂസ് കണ്ടുപിടിക്കും. അത് വെച്ചിട്ടാണ് ബാക്കി പ്രോബ്ലം ഫുള്ള് നമ്മൾ ചെയ്യുന്നത്. ഈ 5 തിയറീസ് ഓഫ് ഫെയിലിയർ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പില് σ1 ആണോ σ2 ആണോ വിച്ചെവർ ഈസ് മാക്സിമം, അതിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാക്സിമം കിട്ടി. അതിന് നമ്മൾ σy ആയിട്ട് കയറ്റി. ഇതെന്താ σy? σy എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്. രണ്ടും പറയാറുണ്ട്. ആക്ച്വലി σy എന്ന് പറഞ്ഞാൽ ഈൽഡ് ആണ്. ഈൽഡ് പോയിന്റും അൾട്ടിമേറ്റ് പോയിന്റ് ഒക്കെ മുന്നേ നമ്മൾ MOS പഠിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. എന്തായിരുന്നു ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് പോയിന്റ്? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എടുക്കുക. വീണ്ടും പഴയ പോലെ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എടുക്കുന്നു. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എടുത്തിട്ട് MS സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആദ്യം
മീൻസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അപ്പർ yield പോയിന്റ്, ലോവർ yield പോയിന്റ്, അൾട്ടിമേറ്റ് പോയിന്റ്, ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, ഇതാണ് yield സ്ട്രെസ്. ഈ പോയിന്റ് വരുന്ന സ്ട്രെസ്സിന്റെ പേരാണ് yield സ്ട്രെസ്. ഏറ്റവും മാക്സിമം സ്ട്രെസ്സിന്റെ പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, അപ്പൊ yield സ്ട്രെസ് നോർമലി ഒരു മെറ്റീരിയൽ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ yield പോയിന്റ് താഴെ മാത്രമേ നമ്മൾ ലോഡ് ചെയ്യാറുള്ളൂ. അതിനുശേഷം അതിന് വരുന്ന ഡിഫോർമേഷൻസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. അതായത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് തിരിച്ചു വരില്ല. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും ഏത് മെറ്റീരിയൽ എടുത്ത് ലോഡ് ചെയ്യുമ്പോഴും യു വിൽ ബി ലോഡിങ് അപ് ടു ദ yield പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് നമ്മൾ ലോഡ് ചെയ്യാറ്. അപ്പൊ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൽ ഒരു വാല്യൂ ഒന്നുണ്ടായിരിക്കും, ദ മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ഫോർ ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ഈ സിഗ്മ വൈയുടെ വാല്യൂ. മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ഫോർ ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് തരുന്നതാണ് സിഗ്മ വൈയുടെ വാല്യൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ വണ്ണിനും സിഗ്മ ടുവിനും ഒരു വാല്യൂ കിട്ടും. അതിലത്തെ ഹയർ വാല്യൂ എടുത്തിട്ട് വി വിൽ ബി ഇക്വേറ്റിംഗ് വിത്ത് ദ മാക്സിമം വാല്യൂ. ഓക്കെ, നമുക്കിപ്പോൾ സിഗ്മ ടു ആണ് മാക്സിമം കിട്ടിയിരുന്നത്, സിഗ്മ ടു ഇസിക്കൽ ടു സിഗ്മ വൈ എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയലിന് നമുക്ക് കൊടുക്കുന്ന ഡയമെൻഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് തിയറി. സെക്കൻഡ് തിയറി അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിഗ്മ വൺ മൈനസ് സിഗ്മ ടു. അപ്പം ആക്ച്വലി ഇത് ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഷിയർ എന്ന് പറയുമ്പോൾ വീണ്ടും പ്രിൻസിപ്പളിന്റെ ടേംസ് ഉപയോഗിക്കണം എന്നൊരു ഡൗട്ട് തോന്നും. എന്തുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞിട്ടും ഇക്വേഷനിൽ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ടേംസുകൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. സിഗ്മ വണ്ണിന്റെ ഇക്വേഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സം വാല്യൂ പ്ലസ് സം വാല്യൂ. സിഗ്മ ടുവിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു സം വാല്യൂ മൈനസ് സം വാല്യൂ. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ ഓക്കെ എ മൈനസ് ഇത് എ എന്നെടുത്തു, ഓക്കെ ഇത് ബി എന്നിട്ടു. ഓക്കെ, അപ്പോൾ സിഗ്മ വൺ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്, സിഗ്മ ടു എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. അതായത് പ്ലസ് ഓർ മൈനസ് മാറുമ്പോൾ മാത്രമാണ് സിഗ്മ വൺ ആയിട്ടും സിഗ്മ ടു ആയിട്ടും ചേഞ്ച് ആവുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സിഗ്മ വൺ മൈനസ് സിഗ്മ ടു? സിഗ്മ വണ്ണിന് സിഗ്മ ടു കുറച്ച് എന്ത് കിട്ടും? സിഗ്മ വൺ മൈനസ് സിഗ്മ ടു എന്ത് കിട്ടും? സിഗ്മ വണ്ണിന് സിഗ്മ ടു കുറച്ചാലേ യു വിൽ ഗെറ്റ് 2b അല്ലേ? ആൻഡ് ഈ 2b എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലുള്ള ടേമിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു, സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ടേം നമ്മൾ പറയുന്ന പേരായിരുന്നു, പണ്ടത്തെ അടുത്ത് നോക്കിയാൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ മാക്സ്. അതിന്റെ പേരാണ് ടോ മാക്സ്. അപ്പൊ ശരിക്കും നമ്മൾ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറയുമ്പോൾ വിൽ ബി ഇക്വേറ്റിംഗ് ആക്ച്വലി വി ആർ ഇക്വേറ്റിംഗ് വിത്ത് ടോ മാക്സ്. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് 2D ആയതുകൊണ്ട് സിഗ്മ 3 വരുന്ന ഇക്വേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വി ഹാവ് ടു കൺസിഡർ ഓൺലി ദ ഇക്വേഷൻ വിത്ത് സിഗ്മ 1 മൈനസ് സിഗ്മ 2. സോ സിഗ്മ 1 മൈനസ് സിഗ്മ 2ന്റെ വാല്യൂ വി വിൽ ബി ഇക്വേറ്റിംഗ് വിത്ത് സിഗ്മ y. ദാറ്റ് ഈസ് ഫോർ ദ സെക്കൻഡ് കേസ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കേസും. അടുത്ത കേസിൽ ഇതുപോലത്തെ 3 കേസുകളുണ്ട്. സിഗ്മ 1 മൈനസ് സിഗ്മ 2 സിഗ്മ 3 ഒക്കെ കൊണ്ട് 3 കേസുകളുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ സിഗ്മ 3 ടേംസുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, ബാക്കി സിഗ്മ 1 സിഗ്മ 2 ഉള്ള ടേംസുകൾ മാത്രം എടുത്താൽ മതി. അത്ര തന്നെ വരുള്ളൂ. ഓക്കെ, സിഗ്മ 1 മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 2 അല്ലെങ്കിൽ സിഗ്മ 2 മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 1. ഇതിൽ ഏതാണോ മാക്സിമം, ഒരിക്കലും ഇത് മാക്സിമം ആവാൻ സാധ്യതയില്ല. ഓക്കെ ഓക്കെ ഏതാണോ മാക്സിമം അതിനെ നമ്മൾ വിൽ ബി ഇക്വേറ്റിംഗ് വിത്ത് സിഗ്മ വൈ. അഗെയിൻ സിഗ്മ വൈ എന്ന് പറയുന്നത് yield സ്ട്രെസ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടായിരിക്കും. ആദ്യത്തെ 3 കേസിൽ മാത്രമേ മാക്സിമം എന്നുള്ള കണ്ടീഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. 4ാമത്തെയും 5ാമത്തെ ഇക്വേഷനിലെ ഡയറക്റ്റ് ഇക്വേഷൻ ഇക്വേറ്റിംഗ് ടു സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. സോ സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് സിഗ്മ 3 സ്ക്വയർ 2 ന്യൂ ഇൻറ്റു സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 3 സിഗ്മ 1. അഗെയിൻ ഇതിൽ സിഗ്മ 3 ടേംസുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ നമുക്ക് ഈ ടേം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഈ ടേമും ഉണ്ടാവില്ല. ലാസ്റ്റ് ഇക്വേഷനിൽ അതേപോലെ തന്നെ സിഗ്മ 3 ടേംസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം ഉണ്ടായിരിക്കില്ല. ഇതാണ് 5 തിയറീസ് ഓഫ് ഫെയിലിയർ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ 5 തിയറീസ് ഓഫ് ഫെയിലിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഹിയർ ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കും തിയറീസ് ഓഫ് ഫെയിലിയർ. ഓരോ തിയറീസ് ഓഫ് ഫെയിലിയറിനും ഓരോ ഗ്രാഫ് ഉണ്ട്. ഓരോ തിയറീസ് ഓഫ് ഫെയിലിയറിനും ഓരോ ഗ്രാഫ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഈ റെക്ടാംഗുലർ ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ ഗ്രാഫ്. ഓക്കെ, അങ്ങനെ ഓരോ ഗ്രാഫുകളും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടും. ഇത് നമ്മൾ തിയറി വരയ്ക്കുമ്പോൾ തിയറി എഴുതുമ്പോൾ ഇത് കൂടി ചേർത്ത് എഴുതേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ സ്റ്റീൽ ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് പുൾ ഓഫ് 20 kN.
അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റണം കേട്ടോ. എ സ്റ്റീൽ ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് പുൾ ഓഫ് 20 കിലോമീറ്റർ. ബോൾട്ട് വരയ്ക്കുക. ബോൾട്ട് വരച്ചു. ഡയറക്റ്റ് പുൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡിനും പുൾ. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഷിയർ ഫോഴ്സ് ഓഫ് 10 kilonewton. ഷിയർ ഫോഴ്സ് ഉണ്ട്. ട്രാൻസ്ഫർ ഷിയർ ഫോഴ്സ് ഓഫ് 10 kilonewton. ഷിയർ ലോഡ് വരാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ഷിയർ ഫോഴ്സ് ഓഫ് 10 kilonewton. ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ദ ബോൾ യൂസിങ് ദ ഡിഫറെന്റ് തിയറീസ് ഓഫ് ഫെയിലിയർ. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 തിയറീസ് ഓഫ് ഫെയിലിയർ യൂസ് ചെയ്യണം. തന്നിട്ടുണ്ട് yield stress for the material സിഗ്മ വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 250 MPa. ഫാക്ടർ ഓഫ് സേഫ്റ്റി, ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടേം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെറ്റീരിയല് ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ yield പോയിന്റ് വരെയാണ് ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ yield പോയിന്റ് വരെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻ എനി കേസ് എന്തെങ്കിലുമൊക്കെ എറർ വന്നാൽ ജസ്റ്റ് അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് മെറ്റീരിയലിന് ഫെയിലിയർ വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ വി വിൽ ബി പ്രൊവൈഡിങ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വൈൽ ഡിസൈനിങ് എനി മെറ്റീരിയൽ. എന്ത് മെറ്റീരിയലുടെ തലമായ ഡിസൈനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടേം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി 100 MPa ആണെങ്കിൽ ആൻഡ് they have given you have to use a factor of safety of 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാവുന്ന കപ്പാസിറ്റിയുടെ വാല്യൂ 100/2 എന്ന് പറഞ്ഞിട്ട് 50 MPa ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ റോള്. ടോട്ടൽ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലോഡിനെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്തിട്ട് അതിനെ കുറച്ച് കൊണ്ടുവരും. അതായത് അത്രയും ലോഡിൽ നമ്മൾ ഒരിക്കലും ഡിസൈൻ ചെയ്യില്ല. മാക്സിമം അതിന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബൈക്കിൽ 3 ആൾക്ക് പോകാൻ പറ്റും. ശരിക്കും 3 ആൾക്കല്ല 4 ആൾക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്രകാരം ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ 2 ആൾ മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, അതാണ് ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടൈം. അപ്പൊ ഇതിൽ yield stressന്റെ വാല്യൂ 250 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ yield stress നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന yield stressന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബിക്കം 125 MPa ആയിട്ട് കുറയും. അതിന്റെ പോയ്സൺസ് റേഷ്യോ നമ്മുടെ ഇക്വേഷൻ 3-4 ഇക്വേഷനിലെ പോയ്സൺസ് റേഷ്യോ നമുക്ക് ആവശ്യമുണ്ട്. പോയ്സൺസ് റേഷ്യോ ദേ ഹാവ് ഗിവൻ. അപ്പൊ ഇതിലെല്ലാ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് σ1 σ2 വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് σ1 σ2 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സിഗ്മ വൈയുടെ വാല്യൂ എഴുതി ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്തിട്ട് ഇറ്റ് ഈസ് ബിക്കം 125 Nm/mm². അടുത്തത് σ1 σ2. ഇതാണ് σ1 σ2 ഇക്വേഷൻ. σx plus σy/2 plus or minus σx minus σy/2 all square plus tau xy square. ഇതിന്റെ ഏതൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, σx σy അതായത് ഡയറക്റ്റ് സ്ട്രെസ്സുകൾ, നോർമൽ സ്ട്രെസ്സുകൾ, അതിന് 20 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ട്രെസ് എന്താ? ലോഡ് ബൈ ഏരിയ ആണ്. ഇപ്പൊ 20 എങ്ങനെ ആക്ട് ചെയ്താൽ 20 kN ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് നോർമൽ സ്ട്രെസ് ആണ്. അപ്പൊ σx അല്ലെങ്കിൽ σyയുടെ വാല്യൂ ആണ് അവർ തന്നിരിക്കുന്നത്. σx അല്ലെങ്കിൽ σy ഏത് വേണമെങ്കിൽ എടുക്കാം. σx അല്ലെങ്കിൽ σyയുടെ വാല്യൂ ആണ് അവർ തന്നിരിക്കുന്നത്. നോർമലി നമ്മൾ എടുക്കുന്നത് σyയുടെ വാല്യൂ ആയിട്ടാണ് എടുക്കാം. അപ്പൊ σy is equal to അല്ലെങ്കിൽ σx is equal to 20 kN divided by area of cross section. ഓക്കെ, അപ്പൊ 20 σx എന്ന് പറയുന്നത് 20 σx equal to 20 divided by area of cross section. ബോൾട്ട് അല്ലേ, ബോൾട്ടിന്റെ ക്രോസ് സെക്ഷൻ എന്താ? സർക്കുലർ ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതും 20 kN 20 × 10⁻³ divided by pi/4 d². ഇത് ഈസ് ദ വാല്യൂ ഓഫ് σx. σxന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ആൻഡ് tau xy യുടെ വാല്യൂ ഒരു ജസ്റ്റ് എന്ന് മാത്രം ഇട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാം. ഓക്കെ, അവിടെ കിടക്കട്ടെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 20 divided by a ആണ് σxന്റെ വാല്യൂ. σyയുടെ വാല്യൂ σy ഇല്ല, ഒരു ഡയറക്ഷനിൽ മാത്രമേ അവർ സ്ട്രെസ് തന്നിട്ടുള്ളൂ. അപ്പൊ σy is equal to 0. ഇനി tau xyയുടെ വാല്യൂ ഷിയർ സ്ട്രെസ് അവർ തന്നിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് ഷിയർ ഫോഴ്സ് ഓഫ്, അതായത് ബോൾട്ട് ഇങ്ങനെ ഉണ്ട്, ബോൾട്ടിൽ ഇങ്ങനെ അലോങ് ദ ഷിയർ ഫോഴ്സ് ആയിട്ട് 10 kN ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ എന്തായിരിക്കും? tau xy is equal to 10 × 10⁻³ divided by area. ഇതായിരിക്കും tau xyയുടെ വാല്യൂ. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. σx എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? σx 20/a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. σy 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അഗൈൻ σx 20/a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. σy 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. tau xy 10 divided by a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാത്തിനും 10⁻³ ഉണ്ട് കേട്ടോ. ഓക്കെ,
അതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 ആണ്, ആ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് 20/2a എന്ന് വരും. ഇവിടെയും സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 ഉണ്ട്, അവിടെയും നമുക്ക് 20/2a എന്ന് വരും. റോ എക്സ് വൈ അവിടെ ഡിവൈഡ് ബൈ ഒന്നുമില്ല, സോ റോ എക്സ് അതുപോലെ 10/a എന്ന് മാത്രമായിട്ട് എഴുതി. അപ്പൊ ഇതിന്റെ കോമൺ ടേംസ് എല്ലാം പുറത്തേക്ക് എടുക്കാം. 2 2 കട്ട് ചെയ്ത് ബാക്കി 10⁴ ആവും. 10⁴ / a കോമൺ ആണ്. അപ്പൊ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ റിമൈനിങ് നമുക്ക് ഇത് 1 പ്ലസ് √2 ഇത് സോൾവ് ചെയ്യുമ്പോൾ, അതായത് ഇതിൽ നിന്ന് ഇപ്പോൾ 10⁻², ഇതിപ്പോൾ 2 2 ക്യാൻസൽ ചെയ്തു, ബാക്കി 10⁴. ഇവിടെയും 2 2 ക്യാൻസൽ ചെയ്തു, ബാക്കി 10⁴. ഇവിടെയും 10⁴. അപ്പൊ 10⁴ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇതില് 1, ഇതിലോ 1, ഇതിലോ 1. അപ്പോൾ 1 പ്ലസ് √1 + 1, അതായത് 1 പ്ലസ് √2. അതാണ് നമ്മുടെ സിഗ്മ 1 സിഗ്മ 2ന്റെ വാല്യൂസ്. ഇനി സിഗ്മ 1 എന്താ, സിഗ്മ 2 എന്താ? പ്ലസ് കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്മ 1 കിട്ടും, മൈനസ് കൊടുക്കുമ്പോൾ സിഗ്മ 2 കിട്ടും. രണ്ട് വാല്യൂസ്. പ്ലസ് കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്മ 1 കിട്ടും, മൈനസ് കൊടുക്കുമ്പോൾ സിഗ്മ 2 കിട്ടും. ഇനി ടോ എക്സ് വൈ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അല്ലെ? ടോമാക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ടോമാക്സ് എന്ന് പറയുന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡ് ബൈ 2 ഇതാണ് ടോമാക്സിന്റെ വാല്യൂ. ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. നമുക്ക് ടോമാക്സ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. ടോമാക്സ് നമുക്ക് ഒരിക്കലും ആവശ്യമില്ല, നമ്മുടെ ഇക്വേഷനിൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, എല്ലാം മാഞ്ഞുപോട്ടെ. സോ നമ്മൾ സിഗ്മ 1ന്റെയും സിഗ്മ 2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതി, നമുക്കുള്ള ആവശ്യമുള്ള വാല്യൂസ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഓരോ തിയറീസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ആദ്യം എല്ലാ തിയറീസും നമ്മൾ ഒന്നുകൂടി എഴുതി. ആസ് പെർ അവർ ഫസ്റ്റ് തിയറി, സിഗ്മ 1 ഓർ സിഗ്മ 2 whichever is maximum. സിഗ്മ 3 ഇല്ലല്ലോ, കാരണം നമ്മൾ 2D ആണ് ഡീൽ ചെയ്യുന്നത്. സിഗ്മ 3 ഇല്ല. സിഗ്മ 1 സിഗ്മ 2 ഇതിൽ ഏതാ മാക്സിമം? നെഗറ്റീവ് സൈൻ നോക്കണ്ട കേട്ടോ. നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് അത് കംപ്രസീവ് ലോഡ് എന്നുള്ള ഇൻഡിക്കേറ്റീവ് മാത്രം, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ ഏതാ മാക്സിമം? മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ സിഗ്മ 1 ആണ് മാക്സിമം. സിഗ്മ 1 is the maximum. So as per our first theory, we will be getting this value, അതായത് 2.414 divided by a into 10⁴ divided by a is equal to what is 125 Newton/mm². അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. So as per first theory, we will be getting this value with 125, and we will be obtaining the value of a as 193.1 mm², and we will get the a is equal to π/4d². ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബോൾട്ട് ആണ്, ബോൾട്ടിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്, സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് π/4d² ആണ്. അതിൽ നമുക്ക് ഡയമീറ്റർ ഡിയുടെ വാല്യൂ 15.68 മില്ലിമീറ്റർ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇത് നമ്മളെ ഫസ്റ്റ് തിയറി. ഇനി സെക്കൻഡ് തിയറി എന്തായിരുന്നു? സെക്കൻഡ് തിയറി പ്രകാരം സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് സിഗ്മ 1 whichever is maximum. നമുക്കിത് മാത്രം എടുത്താൽ മതി, കാരണം നമ്മൾ 2D മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. So as per second theory, sigma 1 minus sigma 2 is equal to sigma y. So sigma 1ന്റെ വാല്യൂ 2.414 ആയിരുന്നു, സിഗ്മ 2ന്റെ വാല്യൂ മൈനസ് ആയിരുന്നു. ആ മൈനസും ഇവിടുത്തെ ഒരു മൈനസും കൂടി ചേരുമ്പോൾ പ്ലസ് ആയി. ആ മൈനസും ഇവിടുത്തെ ഒരു മൈനസും കൂടി ചേരുമ്പോൾ നമുക്ക് പ്ലസ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡയമീറ്റർ ആസ് 16.97 millimeter. സെക്കൻഡ് തിയറി. ഇനി തേർഡ് തിയറി, സിഗ്മ 1 മൈനസ് എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ തേർഡ് തിയറി. സിഗ്മ 1 മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 2 മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 3 മൈനസ് സിഗ്മ 1. രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതും ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതും ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് ഇതിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, കാരണം 2.414നെയും 0.414 രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ ഇത് തന്നെയായിരിക്കും മാക്സിമം വരാനുള്ള ചാൻസ്. അതുകൊണ്ടാണ് അവർ രണ്ടാമത്തെ വാല്യൂ ടെസ്റ്റ് ചെയ്യാഞ്ഞ്. എന്തുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ വാല്യൂ എടുത്തില്ല എന്നുള്ളതല്ല, രണ്ട് വാല്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മാക്സിമം എന്ന് നമുക്ക് മനസ്സിലാവും. സോ വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദിസ് ഇക്വേഷൻ and we can write the value 0. Equating we can get the 16.08 millimeter. Okay, next fourth theory പ്രകാരം എന്താ? അതിൽ പിന്നെ മാക്സിമം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് സിഗ്മ 3യുടെ ടേംസുകൾ മാത്രം റിമൂവ് ചെയ്താൽ മതി.
ഇത് റിമൂവ് ചെയ്തു, അതുപോലെ തന്നെ ഇതും റിമൂവ് ചെയ്തു. റിമൈനിങ് σ1 സ്ക്വയർ പ്ലസ് σ2 സ്ക്വയർ മൈനസ് 2 ന്യൂ ഇൻറ്റു σ1 σ2. അതെന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയുടെ വാല്യൂ കിട്ടും 205, ഡയമീറ്റർ കിട്ടും 16.17. ലാസ്റ്റ് തിയറി പ്രകാരം എന്തായിരുന്നു, അതിലും നമുക്ക് σ3യുടെ വാല്യൂ റിമൂവ് ചെയ്യണം. ഇതുമില്ല, ഇതുമില്ല. ഓക്കെ, ലാസ്റ്റ് തിയറി പ്രകാരം σ3യുടെ വാല്യൂ ഇതില്ല. സോ യു ക്യാൻ റൈറ്റ് σ1 square plus σ2 square minus σ1 σ2 is equal to sigma y whole square, and you will get the area as 211 and the diameter as 16.41. ഇങ്ങനെ 5 തിയറി വെച്ചിട്ടും ഡയമീറ്റർ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മോഡൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്ടെന്ന് മാത്രം. ഇത്രയോ മാക്സിമം തിയറീസ് ഓഫ് ഏരിയ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ അതിന്റെ 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വേറൊരു ക്ലാസ് കൂടി ഏതെങ്കിലും ദിവസം ചെയ്യാം. നാളെ എക്സാം നടത്തും. ഏതെങ്കിലും എക്സാം അല്ല, നമ്മുടെ ഈ റോൾ നമ്പർ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് അർത്ഥം. പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് ക്വസ്റ്റ്യൻസോ ക്ലാസ്സോ എന്തെങ്കിലും നടത്താം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. ഓക്കെ, പ്രവീണല്ലേ? പ്രവീണിന്റെ നമ്പർ എത്രയാണെന്നാണോ? പ്രവീണിന്റെ നമ്പർ എത്രയാണ്? 72. ഓക്കെ 72 കണ്ടു. ശരി, അപ്പോൾ ഓക്കെ.